ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു ഒഴിച്ചുകറിയാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി തക്കാളിക്കറിയാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന തക്കാളിക്കറിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തക്കാളിക്കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ആവശ്യത്തിന് പുളിയും എരിവും എല്ലാം ഉള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഈ നോമ്പ് സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ഈസ്റ്ററിന് നോമ്പ് എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് പുളിയുള്ള എരിവുള്ള കറികളൊക്കെ കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. കറിയുടെ കളർ കണ്ടിട്ട് നിങ്ങൾ മഞ്ഞ കളറല്ലേ കറിക്ക് എരിവ് കുറവായിരിക്കുന്നതെന്ന് വിചാരിക്കേണ്ട. കറിക്ക് ആവശ്യത്തിന് എരിവുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു തക്കാളിക്കറി തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 3 തക്കാളി എടുത്തിട്ടുണ്ട്. വലിയ തക്കാളിയല്ല, ഒരു മീഡിയം വലിപ്പമുള്ള തക്കാളി എന്ന് പറയാം. തീരെ ചെറുതുമല്ല, ഒരുപാട് വലുതുമല്ല, ആ ഒരു വലിപ്പത്തിലുള്ള തക്കാളി 3 എണ്ണം. അതിലേക്കായിട്ട് ഒരു വലിയ സവോള എടുത്തിട്ടുണ്ട്. ചെറിയ സവോളയാണെങ്കിൽ 2 എണ്ണം എടുക്കാം. പിന്നെ ഞാനൊരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് 5 എണ്ണം എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പീസ് ഇഞ്ചി, അതുപോലെ ഒരു 6-7 ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് 1.25 കപ്പ് തേങ്ങ ചിരവിയത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ സവോളയും തക്കാളിയും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഒരു തക്കാളിയെ 8 പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വലിപ്പത്തിൽ അത്യാവശ്യം വലിപ്പമുള്ള രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പച്ചമുളകൊക്കെ സ്പ്ലിറ്റ് ചെയ്തു. ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തെടുത്തു. പിന്നെ നമ്മുടെ സവോള നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സവോളയിലേക്ക് നമ്മുടെ തക്കാളി കട്ട് ചെയ്തത്, ഇഞ്ചിയും പച്ചമുളകും കട്ട് ചെയ്തത്, 2 തണ്ട് കറിവേപ്പില, എരിവുള്ള മുളക് പൊടിയാണ് ഞാനിവിടെ എടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/4 ടീസ്പൂൺ മതി. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ചേർക്കുന്നത് വിനീഗറാണ്. വിനീഗർ തന്നെ ചേർക്കാം കേട്ടോ. വേറെ ഒന്നും നമ്മൾ പുളിക്ക് ചേർത്തിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആവില്ല. ഒരു 1.5 ടീസ്പൂൺ വിനീഗർ, 2 ടീസ്പൂൺ വെളിച്ചെണ്ണ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ചേർത്ത് നന്നായിട്ട് നമ്മളൊന്ന് ഇതുപോലെ കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കണം. കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ആവണം. തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരണം. ആ രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നമ്മൾ ഏത് പാനിലാണോ അല്ലെങ്കിൽ ചട്ടിയിലാണോ കറി ഉണ്ടാക്കുന്നത് ആ ഒരു പാത്രത്തിൽ തന്നെ മിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. വേറൊരു പാത്രത്തിലേക്ക് മാറ്റേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഈ സവോളയൊക്കെ നന്നായിട്ട് തക്കാളിയുമായിട്ട് മിക്സായി ആ വിനീഗറും എല്ലാം ചേർന്നും നന്നായിട്ട് മിക്സായി വരുന്നത് വരെ ഇതുപോലെ ഒരു 3-4 മിനിറ്റ് എടുക്കും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ. പച്ചമുളക് എടുത്തിട്ടുണ്ടെങ്കിൽ കൈ പുകയും എന്നുള്ള ആളുകൾ പച്ചമുളക് മാത്രം ലാസ്റ്റ് ആഡ് ചെയ്യുക കേട്ടോ. ആദ്യമേ തന്നെ ചേർക്കണ്ട. പച്ചമുളക് ഇതെല്ലാം തിരുമ്മി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രം ആഡ് ചെയ്യുക. അപ്പോൾ അതൊന്ന് നമ്മൾ ശ്രദ്ധിച്ചേക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു കറിയിൽ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ഒരു 1/4 ടീസ്പൂൺ ജീരകം ചേർക്കാം. ഇതിലല്ല, തേങ്ങ അരയ്ക്കുന്നതിൽ ജീരകത്തിൻ്റെ ഫ്ലേവർ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ജീരകം ഒഴിവാക്കാം കേട്ടോ. ഇത് തേങ്ങാപ്പാലിലും ചെയ്യാം ഈ ഒരു കറി. അത് വേറെ രീതിയിലാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പിന്നീട് ഒരു ദിവസം ചെയ്യാം. അപ്പോൾ തേങ്ങ ഇല്ലെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലിലും ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതൊന്ന് മാറ്റി അടച്ചു വയ്ക്കുകയാണ്. ഇപ്പോൾ കുക്ക് ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ അരപ്പ് റെഡിയാക്കാനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിലേക്കാണ് നിങ്ങൾ ജീരകത്തിൻ്റെ ഫ്ലേവർ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ജീരകം ചേർക്കേണ്ടത്. നല്ല ജീരകം, നമ്മുടെ ക്യൂമിൻ സീഡ്സ്, അല്ലെങ്കിൽ ജീരകം ചേർക്കണ്ട. ഞാനിപ്പോൾ ജീരകം ചേർക്കാതെ കുറച്ച് വെള്ളത്തിൽ ഇതൊന്ന് അരച്ചെടുക്കാൻ പോവാണ്. ഒരുപാട് വെള്ളം ചേർത്തിട്ടല്ല അരയ്ക്കുന്നത്. ആദ്യം നന്നായിട്ട് അരച്ചെടുത്തിട്ടാണ് പിന്നെ നമ്മൾ വെള്ളം ചേർത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ തേങ്ങ നമ്മളിതാ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ മിക്സ് ചെയ്ത് വെച്ച കൂട്ടുണ്ടല്ലോ, തക്കാളിയുടെ കൂട്ട്, ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ തേങ്ങ അരച്ചത് ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ചേർക്കുക. നമുക്ക് എത്ര ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ അത്യാവശ്യം കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അരപ്പ് കുറുകിയാണ് ഇരിക്കുന്നതെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർക്കാം കേട്ടോ. ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ അടുപ്പത്തേക്ക് വെച്ച് തിളപ്പിക്കുമ്പോൾ തന്നെ കുറുകിപ്പോവും. അപ്പോൾ ഒന്നുകൂടി വെള്ളം ചേർത്ത് ലൂസാക്കി എടുക്കാം. ഒരു 3/4 കപ്പും കൂടി വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ സ്റ്റൗവിലേക്ക് വയ്ക്കുക, തിളപ്പിക്കുക. അപ്പോൾ ഞാൻ ഇനി സ്റ്റൗവിലേക്ക് വെക്കട്ടെ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും തേങ്ങ പിരിഞ്ഞു പോവില്ലേന്ന്. തേങ്ങ പിരിഞ്ഞു പോവില്ല കേട്ടോ. ഇതിപ്പോൾ നമ്മളെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് തിളപ്പിച്ച് വരുമ്പോൾ തേങ്ങ പിരിഞ്ഞു പോവില്ല. ഇടയ്ക്ക് വെച്ച് ചേർത്ത് തേങ്ങ തിളപ്പിക്കുമ്പോഴാണ് തേങ്ങ പിരിഞ്ഞു പോകുന്നത്. അപ്പോൾ ഇനി നമുക്കിത് സ്റ്റൗവിലേക്ക് വെച്ചിട്ട് കത്തിക്കാം.
അപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ തുറന്ന് വെച്ചിട്ട് തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. കുറച്ച് സമയത്തേക്ക് ഒന്ന് തിളച്ച് വരുമ്പോഴേ അടച്ചു വയ്ക്കുന്നുള്ളൂ. പിന്നെ നിങ്ങൾക്ക് തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് വേണം, കഷ്ണങ്ങളായിട്ടൊന്നും വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ തിരുമ്മി കൈകൊണ്ട് ഉടക്കില്ലേ, അപ്പോൾ നന്നായിട്ടൊന്ന് തക്കാളി ഉടച്ചെടുക്കുക. ഞാനപ്പോൾ അധികം ഉടച്ചെടുക്കാത്തത് എന്താണെന്ന് വെച്ചാൽ തക്കാളി കഷ്ണങ്ങൾ കുറച്ച് കാണാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വയ്ക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ചോയ്സ് അനുസരിച്ച് വ്യത്യാസം വരുത്താം. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി ഉണ്ടല്ലോ, ആ ഉള്ളി ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇതാ സൈഡിലൊക്കെ തിളച്ച് വന്ന് തുടങ്ങുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് തിള വരുന്നത് വരെ ഇടയ്ക്കൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുക. അതിന് ശേഷം മാത്രം അടച്ചു വയ്ക്കുക. എന്താണെന്ന് വെച്ചാൽ തിളച്ച് പോവാതിരിക്കാനാണ് നമ്മൾ ഇതുപോലെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ റെസ്റ്റ് ചെയ്യുക. വീണ്ടും തിള വരുമ്പോൾ ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഒരു 5-6 പ്രാവശ്യം ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ തിള വന്ന് തുടങ്ങും. അതിനുശേഷം നമുക്ക് അടച്ചു വയ്ക്കാം. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അടച്ചു വയ്ക്കാം. അപ്പോൾ നന്നായിട്ട് തിളയ്ക്കട്ടെ. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് തുടങ്ങി. ഇനി നമുക്കൊന്ന് ഇളക്കിയിട്ട് ഫ്ലെയിം കുറച്ച് ലോ ഫ്ലെയിം ആക്കിയിട്ട് അടച്ചു വയ്ക്കാം. ഒരു 7 മിനിറ്റ് വരെ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. 7 മിനിറ്റ് എന്ന് ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ തക്കാളി ഒന്ന് കുക്കായി കിട്ടുന്ന ആ ഒരു ടൈമാണ്. ബാക്കി അരപ്പൊക്കെ ഇപ്പോൾ തന്നെ കുക്കായി തുടങ്ങിയിട്ടുണ്ട്. ബാക്കി നമ്മുടെ തക്കാളി മാത്രമേ കുക്കാവാനുള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് അടച്ചു വെച്ച് ചെറിയ തീയിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു 7 മിനിറ്റ് ആയി. ഞാൻ 2 പ്രാവശ്യം ഇളക്കി കൊടുത്തു. ഇപ്പോൾ കണ്ടോ തക്കാളിയൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വറവിടാനുള്ള കാര്യങ്ങൾ നോക്കാം. വറവിടുന്ന സമയത്ത് നിങ്ങളുടെ കറിയിൽ മഞ്ഞൾപ്പൊടിയുടെ കളർ കുറവാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ഓപ്ഷൻ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോൾ ഈ ഒരു കറിക്ക് നല്ല മഞ്ഞ കളറുണ്ട്. ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇനി ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ മഞ്ഞൾപ്പൊടി ഈ കറിയിലേക്ക് ചേർക്കുകയാണെങ്കിൽ കുക്കാവില്ല, മഞ്ഞൾപ്പൊടിയുടെ റോ ടേസ്റ്റ് നിൽക്കും. അതിനുള്ള ഓപ്ഷനാണ് പറയാൻ പോകുന്നത്. അത് ചില ആളുകൾക്ക് നമ്മൾ ആദ്യം മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് മിക്സ് ചെയ്തതുകൊണ്ട് മഞ്ഞ കളർ കുറവായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഓപ്ഷൻ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചത്. ഇനിയിപ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. ചട്ടിയുടെ ചൂടിലിരുന്നിട്ട് കറി വീണ്ടും തിളച്ചുകൊണ്ടിരിക്കും. നമുക്ക് വറവിടാനുള്ള പാനൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അധികം വെളിച്ചെണ്ണ വേണ്ട കേട്ടോ. നമ്മുടെ ആ ഉള്ളി ഒന്ന് കുക്കായി കിട്ടാൻ ആവശ്യമായ വെളിച്ചെണ്ണ മതി. നമ്മളെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ടല്ലോ 2 ടീസ്പൂൺ. അപ്പോൾ ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കൊരു 1/4 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കാം. ഉലുവയും കൂടി ചേർക്കുമ്പോഴാണ് ഈ കറിക്ക് ടേസ്റ്റ് കൂടുന്നത്. ഉലുവയും കടുകും പൊട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ച ഉള്ളി ചേർക്കാം. ഇനി ഉള്ളിയുടെ കളർ മാറി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ നിങ്ങൾ കറിയുടെ ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എരിവ് കുറവുണ്ടാവില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എരിവ് നമ്മൾ ആവശ്യത്തിന് പച്ചമുളക് ചേർത്തിട്ടുണ്ട്. എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മിക്സിലേക്ക് തന്നെ നമ്മൾ മുളക് പൊടിയും ചേർത്തൊന്ന് കുക്ക് ചെയ്ത് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ കറിയുടെ കളർ മാറിപ്പോകട്ടോ. അതുകൊണ്ടാണ് ഞാൻ എരിവുള്ള മുളക് പൊടി തന്നെ ചേർക്കുന്ന കാര്യം പറഞ്ഞത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒന്ന് മറന്നു പോലെ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ എല്ലാവർക്കും ഇപ്പോൾ വ്രതങ്ങളുടെ സമയമാണ്. എല്ലാവരും റംസാൻ നോമ്പും അതുപോലെ ഈസ്റ്റർ നോമ്പും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ള കറികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അതുപോലെ ഇഷ്ടപ്പെട്ട റെസിപ്പി ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി ചെയ്യണേ. അതെന്ന് വെച്ചാൽ വെജിറ്റബിൾ കറികളാണല്ലോ നമുക്ക് ആവശ്യമുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കറികളൊക്കെ പ്ലാൻ ചെയ്തത്. നിങ്ങൾക്ക് കൂടുതൽ ഇതുപോലെയുള്ള ഒഴിച്ചുകറികളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. ഉള്ളിയുടെ കളറൊക്കെ ചെറുതായിട്ട് മാറി തുടങ്ങുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു 3 വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും ചേർക്കാം. നമ്മൾ ആദ്യം കറിവേപ്പിലയൊക്കെ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. എങ്കിലും വറവിടുമ്പോൾ കറിവേപ്പില ചേർക്കുമ്പോൾ ആ കറിവേപ്പിലയൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. കറിയുടെ കളറ് കുറവാണെങ്കിലുള്ള കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു മിക്സിലേക്ക്, നമ്മുടെ ഈ വറവ് ചേർക്കുന്ന മിക്സിലേക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ കറിയിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ കറിക്ക് നല്ല കളർ കിട്ടും കേട്ടോ. കറിക്ക് കളർ കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം, നിങ്ങൾ തേങ്ങയൊക്കെ അരച്ച് ചേർത്ത് കഴിയുമ്പോൾ കറിക്ക് കളർ കുറവായിട്ടാണ് വരുന്നതെങ്കിൽ
അങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ മുളക് പൊടിയാണെങ്കിലും എരിവ് കുറവാണെങ്കിൽ ഈ ഒരു മിക്സിൽ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം മുളക് പൊടിയും ചേർത്ത് നമുക്ക് വറവിട്ടെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ വേപ്പിലയും ഉള്ളിയും ഒക്കെ ഒന്ന് കുക്കായി വരുന്നുണ്ട്. ഒന്നുകൂടി ഒന്ന് റെഡിയായി വരുമ്പോൾ നമുക്ക് കറിയിലേക്ക് ചേർക്കാം. അപ്പോൾ ഈസി റെസിപ്പി അല്ലേ, വളരെ എളുപ്പത്തിൽ കഴിഞ്ഞല്ലോ. എല്ലാം മിക്സ് ചെയ്ത് തേങ്ങ അരച്ചൊഴിച്ച് ഒന്ന് അടുപ്പത്തേക്ക് വെക്കുക, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക, ലാസ്റ്റ് ഒന്ന് വറവിട്ടെടുക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഞാനിത് വറവ് കറിയിലേക്ക് ചേർക്കട്ടെ. ഇപ്പോൾ നമ്മുടെ വറവ് റെഡിയായത് കറിയിലേക്ക് ഇടുക. ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് സമയം അടച്ചു വയ്ക്കുക. അപ്പോൾ ഈ ഒരു വറവിൻ്റെ ടേസ്റ്റും ആ ഉലുവയുടെ ടേസ്റ്റും സ്മെല്ലും എല്ലാം നമ്മുടെ കറിയിലേക്ക് പിടിച്ചു വരും. ഇത്രയേ ഉള്ളൂ നമ്മുടെ കറിയുടെ പരിപാടി. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം.